ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളെ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പിന്നെ കുടുംബത്തൊരു മരണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അത് ലോങ് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരിച്ചിരി ഒന്ന് കുറഞ്ഞു. എനിക്ക് പനി ഒരിച്ചിരി കുറഞ്ഞപ്പോൾ എന്നാൽ വിചാരിച്ചു പോയി വൈകുന്നേരം അല്ലേ ചൂണ്ടയൊക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ചു. കാശി എവിടെ പോവാ ചേച്ചി? പിങ്കി ഉണ്ടോ? പിങ്കി 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 ഇല്ല, ക്രോസ് തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ. പിങ്കി കൂടെ വരുന്നുണ്ട്. പിങ്കി കൂടെ വരുന്നുണ്ട്. എവിടെ പോയാലും ഉണ്ട്. ദേ ആ വീട് കണ്ടോ? ഈ കപ്പത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന വീടാണ് ഞങ്ങളുടെ കുടുംബം. അവിടെ ഇപ്പോൾ കുഞ്ഞമ്മയൊക്കെയാണ് കേട്ടോ താമസിക്കുന്നത്. വരുന്നോ വാ. ഞാൻ എപ്പോഴേ അവളോട് പറഞ്ഞേ നിങ്ങളെ വിളിച്ച് പറയണേന്ന്. അവള് പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്നാ ബാ, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ. പനിയൊക്കെ ഒന്ന് ഭേദമായപ്പോഴേക്കിനും ചേട്ടന് പനിയായി. രണ്ടുപേരും കൂടെ അത്യാവശ്യം ഒന്ന് എഴുന്നേറ്റപ്പം എന്നാ വെറുതെ ഇരിക്കുവല്ലേ ചൂണ്ടയിടാൻ പോവാന്ന് വെച്ച് അവരെ ഇറക്കി വിട്ട് കൂടെ പോവാ. വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഒരു കണ്ടമുണ്ട്, അവിടോട്ട് വരിക. ചെറിയ കനാലൊക്കെ ഉണ്ട്. അതാകുമ്പോ തണലുണ്ട്. ഇത് ഈവനിങ് പരിപാടി. അതൊക്കെ കുഞ്ഞിനെ പിടിച്ചോ. ഇതാണ് കേട്ടോ സ്പോട്ട്. വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ അങ്ങനൊന്നും വരാറില്ല ഇങ്ങോട്ടൊന്നും. ഇവിടെ ഇല്ലേ? ഒത്തിരി വർഷമായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എപ്പോഴോ ഇതുവഴി ക്രോസ് ചെയ്താൽ നമ്മുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരു തവണ ഒന്ന് പോയിട്ടുണ്ട്. ഒരു തവണ ഇതുവഴി പോയിട്ടുണ്ട്. അല്ലാതെ എല്ലാം മെയിൻ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. വെള്ളമൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഇതുവഴി വന്നിട്ടേ ഇല്ല കേട്ടോ. ഡേയ് അല്ല, ഇങ്ങോട്ട് മാറ്. നല്ല രസമുണ്ട് കേട്ടോ. വെള്ളത്തിലോട്ടൊന്നും തന്നെ ഇറങ്ങരുത്. രസമുണ്ടല്ലേ ഏട്ടാ? നമുക്ക് അവിടെ പോയി അതായിരിക്കും നല്ലത് അല്ലേ ചായി? ഇതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി കണ്ടോ? ഇവിടെ ഒഴുക്കായോണ്ട് മീനെ കിട്ടത്തില്ല എന്നും പറഞ്ഞു രണ്ടും കൂടെ കണ്ടത്തിലോട്ട് പോവാം. കണ്ടോ, പിങ്കിയുണ്ട് കൂടെ. പിങ്കി പിന്നെ ഞങ്ങൾ എവിടെ പോയാലും പിങ്കിയും വരും.
അമ്മേ അവിടെ നമ്മൾ ചോറ് കൊടുക്കുന്ന പട്ടിയാട്ടോ, വീട്ടിൽ കെട്ടിയിടുന്ന പട്ടിയൊന്നുമല്ല, അത് വേറെ ഉണ്ട്. ചോറ് കൊടുക്കുന്നതിന് നന്ദി കൊണ്ട് വരുന്നേ ഉള്ളൂ. ആ കെട്ടിയിടുന്ന പട്ടിയുടെ പേര് ടിപ്പു. ഇവിടെ അമ്മ ഞാനും ഇതാണ് കേട്ടോ, കണ്ടോ അയ്യോ നമ്മുടെ വരയുടെ പോയി. വരെയൊക്കെ അവരുണ്ട്, അവിടെ നിൽക്കണേ. ഇങ്ങോട്ടധികം വണ്ടിയൊന്നും വരത്തില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നെടുത്ത റെയിൽവേ ക്രോസ് ഉള്ളതുകൊണ്ടേ അങ്ങനെ അധികം വണ്ടിയൊന്നും ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ ഈ വഴിയിലുള്ളവരുടെ, ഈ വഴി താമസിക്കുന്നവരുടെയൊക്കെയുള്ള വണ്ടികളൊക്കെ വരുള്ളൂ. കണ്ടോ, ഇവിടുന്ന് ഒഴുകി ആ വെള്ളം നമ്മളെ മുമ്പിൽ നിന്നെടുത്തോട്ട് പോകണം. ഇവിടെ പണ്ട് ചക്രം ഉണ്ടായിരുന്നു, ഒരു വലിയ ചക്രം അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ച് അതിനകത്ത് ഗ്ലാസ് എഴുതിയിട്ട് വെളിയിലോട്ട് വന്നിട്ട് അതങ്ങ് വലിച്ചാൽ പോരെ, സിമ്പിളല്ലേ? ആ കിട്ടി വെച്ചായി ചൂണ്ട കിട്ടിയോ? ചൂണ്ട കുടുങ്ങി വലിച്ചു പൊട്ടിച്ച് ചൂണ്ട പൊട്ടിപ്പോയി. കാശിയുടെ ചൂണ്ടയ്ക്കകത്ത് ഫസ്റ്റ് മീൻ. പക്ഷെ മീനെ ഇട്ടുകൊണ്ട് പോകാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ. ഞാൻ കേട്ടില്ല. എനിക്ക് കരുനാക്ക് ഉണ്ടായിട്ട് ഞാൻ മീനിനെ ഒരെണ്ണം ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പിടിച്ച കണ്ട അങ്ങനെ വെറുതെ ആയില്ല കേട്ടോ. പെടയുന്നു ഓടിപ്പോയിരുന്നാ മതിയായിരുന്നു. ഓടിപ്പോന്നില്ല. നമ്മളെ കൊണ്ടുപോകാനൊന്നും കൊണ്ടുവരാനുണ്ട്. മറ്റേ ഈർക്കിൽ വെച്ചിട്ടുള്ള സാധനം ഉണ്ടാക്കും. എടാ നീ ഈ രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലാടാ, അത് ഞങ്ങളുടെ അങ്ങനെ ഒരു മീനിനെ കിട്ടി. വന്നത് വെറുതെ ആയില്ല, കാശിക്ക് വറക്കാനെങ്കിലും ഒരെണ്ണമായി. കല്ലേമുട്ടി. കല്ലേമുട്ടിക്ക് പലയിടത്തും പല പേരുകളാണ് കേട്ടോ. ഇങ്ങനെ നിന്നപ്പോൾ നല്ല മഴക്കോളും ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കയറി നിൽക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. നമുക്ക് പോവാം. ഞാൻ കാരണം നമ്മുടെ ചൂണ്ട രണ്ടും പൊട്ടിപ്പോയി. 3 മീനെ കെട്ടി, അപ്പോഴത്തേക്കും ചൂണ്ട പൊട്ടിപ്പോയി. 4ാമത്തെ കുത്തിയതായിരുന്നു. അപ്പൊ ചൂണ്ട പൊട്ടിപ്പോയത് കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ബൈക്ക് എടുത്തിട്ട് ചായ കുടിക്കാൻ പോവാം. നമ്മുടെ ദൈവഭാഗ്യം കൊണ്ട് നമ്മൾ കറക്റ്റ് വീടിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മഴ പെയ്തത്. അപ്പം തന്നെ ഓടി കുഞ്ഞമ്മയുടെ അടുത്ത് വന്ന് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് മഴയൊക്കെ നല്ല മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം ആ സമയത്ത് പെയ്തത്. നമ്മൾ റോഡിലേക്കാണ് വരുന്നത്, പെട്ടുപോയേനെ. കയറി നിൽക്കാൻ എങ്ങും ഒരു സ്ഥലമില്ലായിരുന്നു. ഒരു മഴ പെയ്ത് നനഞ്ഞ് പനി പിടിച്ചിട്ട് പോയവരാ അടുത്ത മഴയും നനഞ്ഞോണ്ട് വന്നേക്കുവാ. അമ്മ വന്നിട്ടില്ല, അതുകൊണ്ട് ചീത്തവിളി കേൾക്കത്തില്ല. അങ്ങനെ ഇന്നത്തെ ഈവനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.